മോനെ, മുത്തശ്ശി മുത്തശ്ശി വന്നു. വീട്ടിലിരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ലടാ മോനെ. എന്തായിട മോനെ പ്രഭാവതിയുടെ അവസ്ഥ? അറിയില്ല, തങ്കച്ചി അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. പ്രഭാവതിക്ക് ഒന്നും സംഭവിക്കില്ല. ഞാൻ എല്ലാ ഈശ്വരന്മാരോടും കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വരുന്ന വഴിക്ക് അമ്പലത്തിൽ കയറി തൊഴുകയും ചെയ്തു. ഏറിയാൽ 1 മണിക്കൂർ, അതിൽ കൂടുതൽ നീളില്ലെന്ന അവര് പറയുന്ന. വെന്റിലേറ്റർ മാറ്റും, പിന്നെ ചിലപ്പോ തിരിച്ചു വെക്കില്ല. അമ്മ, മുത്തശ്ശി മുത്തശ്ശി, അമ്മ കരയല്ലേ, മുത്തശ്ശി, കരയല്ലേ മോനെ. മുത്തശ്ശി, അമ്മ. ശരത്തെ 1 മിനിറ്റ്. എന്തിനാ വെറുതെ എവിടെ കിടന്ന് മോങ്ങുന്നേ? നിനക്കൊരു ദുഃഖം ഇല്ലെന്ന് എനിക്കറിയാം. ഇനി അഭിനയമാണെങ്കിൽ അതിന്റെ ആവശ്യം ഇപ്പൊ ഇല്ലല്ലോ. കാണാനിപ്പോ ആരാ ഉള്ളത്? ദേവികയില്ല, സിദ്ധു ഇല്ല, പിന്നെ ആരെ കാണിക്കാനേ ഈ നാടകം? ശരിയാണല്ലോ, എന്തിനാ വെറുതെ കരയുന്നേ? അല്ല, പെട്ടെന്ന് നിർത്തണ്ട. നിർത്തി അവർക്ക് സംശയം തോന്നും. എന്താ മോനെ മാറി നിന്ന് സംസാരിച്ചേ? വേറെ ഒന്നുമല്ല മുത്തശ്ശി, മെഡിക്കൽ കോളേജ് ആരെങ്കിലും വിളിക്കണമല്ലോ. ബോഡി ഡൊണേറ്റ് ചെയ്യാനാണല്ലോ തീരുമാനം. അതൊക്കെ ഇവിടുത്തെ ഹോസ്പിറ്റലുകാരെ അറിയിച്ചോളൂ. അതെ, മൃതശരീരം ദാനം ചെയ്യണ്ടായിരുന്നു മോനെ. പ്രഭാവതി അമ്മയുടെ ആഗ്രഹം അതായിരുന്നു മുത്തശ്ശി. ആണോ മോനെ? അതെനിക്കറിയില്ലായിരുന്നു. ജീവിച്ചിരിക്കുമ്പോ എന്താണോ ഒരാളുടെ ആഗ്രഹം അത് നമ്മൾ നടത്തി കൊടുക്കണം. അത് മക്കളുടെയും ബന്ധുക്കളുടെയും കടമയാ. അമ്മ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന് വെച്ച് അത് നടത്തി കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതിന് നന്ദി പറയേണ്ടതും അനുമോദിക്കേണ്ടതും ശരത്തിനെയാണ്. അമ്മയുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിച്ച മകൻ. അതിവനല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല. അല്ല മോളെ, സിദ്ധുവിന് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമോ? അറിയില്ല മുത്തശ്ശി. നീ ഒരു വക്കീലല്ലേ, പിന്നെന്താ അറിയാതെ പോകുന്നേ? ഈ കേസ് അങ്ങനെയുള്ള കേസല്ലേ മുത്തശ്ശി? ഓ, വധശ്രമമാണല്ലോ വകുപ്പ്. നീയാണോ സിദ്ധുവിന് വേണ്ടി കോടതി ഹാജരാവുന്നേ? അല്ല. അതെന്താ? നീ വേണ്ട ഇതൊക്കെ ചെയ്യാൻ? നിന്റെ ഭർത്താവല്ലേ? ഞങ്ങൾക്കിടയിൽ അങ്ങനെയുള്ള ബന്ധമൊന്നും ഇല്ലെന്ന് മുത്തശ്ശിക്ക് അറിഞ്ഞൂടെ? സിദ്ധുവേട്ടന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ദേവിയുണ്ടല്ലോ. പിന്നെന്തിനാ ഞാൻ? ജാമ്യം കിട്ടരുത്, ഓനകത്ത് കിടക്കട്ടെ, എന്നാലേ പഠിക്കൂ. അത് തന്നെയാ മുത്തശ്ശി എന്റെ ആഗ്രഹം. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം മോളെ. ചില കേസിൽ തെറ്റ് ചെയ്യാത്തവരും ശിക്ഷ അനുഭവിക്കും. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, നിയമം അങ്ങനെയാണെന്ന് പറയുമായിരുന്നു. കോടതിക്ക് വേണ്ടത് തെളിവാണല്ലോ. തെളിവ് നമുക്കെതിരാണോ കോടതി നമ്മളെ ശിക്ഷിക്കും. വെന്റിലേറ്റർ മാറ്റി. ഇനി ഏത് നിമിഷം ആ വാർത്ത പ്രതീക്ഷിക്കാം. മോനെ, സാധാരണ വെന്റിലേറ്റർ മാറ്റിയാൽ ഉടനെ ശ്വാസം മുട്ടിയ ആള് മരിക്കാറാ പതിവ്. ഈ കേസിൽ അങ്ങനെയല്ല. മിറാക്കിളാ. ഇനി വെന്റിലേറ്റർ വയ്ക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, പുണ്യം ചെയ്യണം ഇതുപോലൊരു മകനെ കിട്ടാൻ. ആ പുണ്യം ഒരു അത്ഭുതം പോലെ
ഇയാളുടെ അമ്മയുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി. ഷീ ഈസ് നോട്ട് ഡൈയിങ്. എന്നുവെച്ചാ വെന്റിലേറ്റർ മാറ്റിയിട്ടും ഇയാളുടെ അമ്മ മരിച്ചില്ല. അവർ നാച്ചുറലായി ശ്വാസോച്ഛ്വാസം ചെയ്യാൻ തുടങ്ങി. ദൈവമേ, അപ്പോ അത് തന്നെ, മരിക്കുമെന്ന് നമ്മളെല്ലാം ഉറപ്പിച്ച പ്രഭാവതി മരണത്തോട് പടവെട്ടി ജയിച്ചിരിക്കുന്നു. ഈശ്വരാ. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം ഇത്. അത്ഭുതം എന്നല്ലാതെ വേറെ വാക്കില്ല ഇതിനെ വിശേഷിപ്പിക്കാൻ. അപ്പോ രോഗി രക്ഷപ്പെടുമെന്നാണോ ഡോക്ടർ പറയുന്നത്? രക്ഷപ്പെട്ടുവെന്ന് ഞാൻ പറഞ്ഞില്ല, മരിച്ചില്ല എന്നേ പറഞ്ഞുള്ളൂ. കൃത്രിമമായ ശ്വാസം കൊടുത്തോണ്ടിരിക്കുവായിരുന്നല്ലോ ഇത്രയും നേരം. അതിന്റെ ആവശ്യം ഇനിയില്ല. എന്നുവെച്ചാ രക്ഷപ്പെട്ടുവെന്ന അർത്ഥമല്ല. ഈ അവസ്ഥയിൽ എത്ര കാലം വേണോ രോഗി കിടക്കാം. പെട്ടെന്ന് മരിക്കുകയും ചെയ്യാം. എനിവേ, ഇപ്പോൾ നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. എന്നാ നമ്മുടെ കണക്കുകൂട്ടലുകൾ മുഴുവനും പ്രഭാവതി തെറ്റിച്ചിരിക്കുന്നു. എന്റെ പ്രാർത്ഥന കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. അപ്പോ അവയവദാനം? അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കേ വേണ്ട. കാശൊരുപാട് വേണ്ടി വരുമോ ഡോക്ടറെ ഇനി അങ്ങോട്ട്? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഇമ്പ്രൂവ്മെന്റ് എത്രയുണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. ദേ, നിനക്ക് സന്തോഷായില്ലേ മോനെ? ദൈവമുണ്ടെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. അമ്മയുടെ തിരിച്ചു വരവ് വെറും വരവല്ല. നീ സൂക്ഷിച്ചോ.